ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്യുന്നത് ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമുക്ക് 2 കേക്കിന് ഓർഡർ ഉണ്ടായി. രണ്ടും ചോക്ലേറ്റ് തന്നെ ആയതുകൊണ്ട് ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 kg വെച്ചിട്ട് ഒരു ബൗളിൽ തന്നെ ചെയ്യുന്നതാണ്. എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് പൗഡർഡ് ഷുഗർ ഇട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ ബീറ്ററിൽ സ്ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് ബീറ്റായി കിട്ടും, മിക്സായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ 2 കേക്കിനും വേണ്ട പാനിലേക്ക് ബാറ്റർ ഒഴിക്കുകയാണ്. 5 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും ബേസുകളിലാണ് കേട്ടോ ചെയ്ത് വെച്ചത്. പിന്നെ കേക്കുകൾ ഹാഫായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 ടയർ കേക്കിൻ്റെ ഓർഡർ വന്ന കേക്കിൻ്റെ ബോട്ടം ടയർ ഡമ്മിയും ടോപ്പ് ടയർ കേക്കുമാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കേക്കിൻ്റെ ഫില്ലിങ്ങൊക്കെയാണ് കാണുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ആയിരുന്നു കേട്ടോ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് ചോക്ലേറ്റ് കേക്കിൽ. അതൊരു അടിപൊളി ഫ്ലേവറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ഓർഡർ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് ടയറിൽ നമ്മൾ 5 ഇഞ്ചിൻ്റെ പാനിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തത്. അപ്പോൾ ടോപ്പ് ടയറിൽ നമ്മൾ 1 kg പോലെ ഇരിക്കുകയും ചെയ്യും. താഴെ ഡമ്മി ആകുമ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കേക്കിൽ ഡമ്മി വെക്കുമ്പോൾ നമ്മൾ ക്ലീൻ റാപ്പ് ചെയ്തിട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഷാർപ്പ് എഡ്ജസ് കിട്ടും. ഇനി നമ്മൾ സ്ക്രാപ്പ് ചെയ്യുമ്പം സൈഡിലൊക്കെ ഇത്തിരി ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട വരും. അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്ക്രാപ്പിങ് നമ്മൾ ഫിനിഷ് ചെയ്ത് തന്നെ കേക്ക് എടുക്കണം. ഇനി നമ്മൾ ടോപ്പ് ടയറിൽ കേക്കിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ടോപ്പ് ടയർ നല്ല ഷാർപ്പ് എഡ്ജസ് ഒക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണുള്ളത്. ടോപ്പ് ടയർ നമ്മൾ എടുത്തിട്ട് ബോട്ടം ടയറിൻ്റെ ഇതിലേക്ക് വെക്കണം. അത് കഴിഞ്ഞ് ഡെക്കറേഷന് വേണ്ടിയിട്ട് പ്രിൻ്റുകളെല്ലാം വെച്ച് ഫോണ്ടൻ ആക്സൻസ് ഒക്കെ വെച്ചിട്ട് ജംഗിൾ തീമാണ് കേട്ടോ കേക്ക് പറഞ്ഞിരുന്നത്. പിന്നെ കസ്റ്റമൈസ്ഡ് ടോപ്പറും ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ വെച്ചിട്ട് കേക്ക് ഇങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കൂടുതൽ ഡെക്കറേറ്റിംഗ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.